ഹായ് കിഡ്സ്, ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ എ റോബോട്ട് വിത്ത് എ വൈറസ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. നല്ലൊരു രാവിലെയായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. നല്ല ഗോൾഡൻ കളറിൽ സൂര്യരശ്മികൾ, അതായത് വെളുപ്പാങ്കാലം ആകുന്നതേ ഉള്ളൂ. സ്ട്രീറ്റുകളിൽ വെട്ടം വരുന്നതേ ഉള്ളൂ. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടുകളുടെ മുകളിൽ നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ് സൂര്യരശ്മികൾ ഇങ്ങനെ പതിച്ചുകൊണ്ടേയിരുന്നു. എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള എയറും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള എയറുമായിരുന്നു. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സൂര്യരശ്മികൾ അങ്ങനെ വന്ന് ഓരോ ഹൗസ് ടോപ്സിലും വന്ന് അങ്ങനെ റിക്കിയുടെ റൂമിൻ്റെ അകത്തും കയറി. പീപ്ഡ് എന്ന് വെച്ചാൽ നുഴഞ്ഞ് കയറുന്നു, എത്തി നോക്കി, അങ്ങനെയൊക്കെയാണ് പീപ്ഡിൻ്റെ അർത്ഥം വരുന്നത്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവനൊരു 11 വയസ്സുള്ള കുട്ടിയായിരുന്നു. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ഹാവ് എവർ വാണ്ട്. റിക്കി താമസിച്ചിരുന്നത് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നാളെ, ഫ്യൂച്ചർ എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാലം അല്ലേ? അപ്പം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൗസായിരുന്നു. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ അവൻ സ്ലോവൻലി എന്ന് വെച്ചാൽ ലേസി. അവൻ വളരെ ലേസി ആയിരുന്നു. അവൻ്റെ ശീലങ്ങളിൽ അവൻ വളരെ ലേസി ആയിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ തിങ്സ്, അവൻ്റെ സാധനങ്ങൾ അവൻ അവിടെ എവിടെയും വലിച്ചു വാരിയിട്ടിരുന്നു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും എല്ലാ മൂലകളിൽ നിന്നും അവൻ്റെ അമ്മയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ വലിച്ചു വാരിയിട്ടിരുന്നത് ആ പിക്ചറിൽ തന്നെ കാണാം അല്ലേ? ഹൗ ലേസി ഹീസ് ആൻഡ് ഹൗ മെസ്സി ഹീസ്. His mother who was the manager of a bank, left in the morning for work. അവൻ്റെ അമ്മ ഒരു ബാങ്ക് മാനേജറായിരുന്നു. രാവിലെ അമ്മയ്ക്ക് ജോലിക്ക് പോകണമായിരുന്നു. ബാങ്ക് മാനേജറല്ലേ, രാവിലെ പോകണമായിരുന്നു. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും റിക്കിയുടെ അടുത്ത് ഓരോ വർക്ക് പറയുമായിരുന്നു. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, നിൻ്റെ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ വയ്ക്കൂ. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirts and trousers. And so on. അതായത് റിക്കി സ്കൂൾ ബാഗ് എവിടെ വെക്കാൻ? സ്റ്റഡി റൂമിൽ വെക്കൂ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിടൂ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ് ക്ലീൻ ചെയ്യൂ. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ടീഷർട്ട്സും ട്രൗസേഴ്സും ടീഷർട്ടും നിക്കറും എല്ലാം തേക്കൂ. ആൻഡ് സോ ഓൺ. അങ്ങനെ കുറേ വർക്ക് അമ്മ ജോലിക്ക് പോകുന്നതിന് മുമ്പേ പറയുമായിരുന്നു. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ അവൻ എപ്പോഴും കളിയിലായിരുന്നു. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്, ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അതായത് റിക്കി ഒരു പണിയും ചെയ്യൂല, എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നു. അവൻ വീട്ടിൽ സഹായിച്ചിട്ടേ ഇല്ല. പക്ഷേ അവൻ്റെ വീട്ടിലൊരു ബട്ട്ലർ റോബോട്ടിനെ അവൻ്റെ പാരൻസ് വാങ്ങിച്ചപ്പോൾ അവൻ അവരെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട്ലർ റോബോട്ട് വെച്ചാൽ ഈ ഹൗസ് ഹോൾഡ് ഈ വർക്കൊക്കെ ചെയ്യുന്ന, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് റോബോട്ടാണ്. അതിനെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അത് വീട്ടിൽ അറൈവ്ഡ്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഓഫ് ഇറ്റ് വെൻ, ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പോയി? കുക്കിങ്, ക്ലീനിങ്, പിന്നെ അയണിങ് ജോലിയൊക്കെ ചെയ്യാൻ പോയി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ചെയ്തത്, റിക്കി വലിച്ചു വാരിട്ടിരുന്ന ക്ലോത്ത്സ് ഒക്കെ അല്ലേ തറയിൽ, അതെല്ലാം പറക്കിയെടുക്കുന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ജോലി. On the first day, when he went to sleep, his bedroom was in a disastrous state as usual.
ഫസ്റ്റ് ഡേ അവൻ ഉറങ്ങാൻ പോയപ്പോൾ ഈ ബട്ട്ലർ റോബോട്ട് വീട്ടിൽ വന്ന ഫസ്റ്റ് നൈറ്റ് അവൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ റൂം ഒരു ഡിസാസ്റ്റർ സ്റ്റേജിലായിരുന്നു, അതായത് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ആസ് യൂഷ്വൽ, എപ്പോഴത്തെയും പോലെ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷേ നെക്സ്റ്റ് മോർണിംഗ് വെൻ ഹി വോക്ക് അപ്പ്, അവൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ റൂമെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനും ടൈഡി, നല്ല വൃത്തിയാക്കിയിട്ടിരുന്നു, ക്ലീനാക്കി നല്ല അടുക്കി പെറുക്കിയിട്ടിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ അവൻ രാവിലെ എണീറ്റ് അത്ഭുതപ്പെട്ടുകൊണ്ട്, വണ്ടർഫുൾ, മനോഹരമായിരിക്കുന്നു, എന്ത് ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നു എൻ്റെ റൂം ഇപ്പോൾ. ഹി എക്സ്ക്ലെയിംഡ് എന്ന് വെച്ചാൽ നല്ല സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും പറയുന്നില്ലേ, അതിനാണ് എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. സത്യം പറഞ്ഞാൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടു ക്ലീൻ ആയിപ്പോയി. റിക്കി കുഡൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്, അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടോ അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോളോ ഒന്നും അവൻ കണ്ടില്ല. മീൻസ് അതെല്ലാം നല്ല ഓർഡർലി, അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ അടുക്കിയില്ല. ഇതെല്ലാം അവൻ കാണത്തക്ക രീതിയിൽ തറയിൽ വലിച്ചു വാരി ഇട്ടിരിക്കുകയല്ലായിരുന്നു. മാ, വേർ ഇസ് മൈ ടീഷർട്ട്, വേർ ഇസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അപ്പോൾ അവൻ ഇതൊന്നും കാണാത്തതുകൊണ്ട് അവനിങ്ങനെ അമ്മയുടെ അടുത്ത്, അമ്മ എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ഫുട്ബോൾ എവിടെ എന്ന് പറഞ്ഞ് ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്ററിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ശല്യം ചെയ്യുമല്ലോ നമ്മൾ കുട്ടികൾ, അമ്മമാരുടെ ബാക്കിൽ നിന്ന് അമ്മ അതെവിടെ, അമ്മ അതെടുത്താന്ന് പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ട് നടക്കൂലേ, അതിനാണ് പെസ്റ്ററിങ് എന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മയെ ശല്യം ചെയ്തുകൊണ്ട് നടന്നു. ഹീ കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലും താഴെ എല്ലാം നോക്കി, എന്നിട്ട് പോലും അവൻ്റെ സാധനങ്ങൾ, അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും അവന് കിട്ടിയിട്ടില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദേ ഹാവ് ഗോൺ. അവൻ സ്വയം തന്നെ ചോദിച്ചു, അത് എവിടെ പോയി, വേർ കുഡ് ദേ ഹാവ് ഗോൺ. However, much he searched during the day, those two items did not reappear. അങ്ങനെ എന്തായിരുന്നാലും അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൻ രാവിലെ മൊത്തം നോക്കിയിട്ടും ആ രണ്ട് സാധനവും പിന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, റീഅപ്പിയർ ചെയ്തിട്ടില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അതേ രീതിയിൽ തന്നെ, അതേ അവസ്ഥ തന്നെയായിരുന്നു മറ്റ് സാധനങ്ങൾക്കും സംഭവിച്ചത്, അവൻ്റെ തിങ്സിന് സംഭവിച്ചത്, കാണാനില്ല. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പോൾ റിക്കിക്ക് ഒരു ഡൗട്ട്, ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട് എന്ന് വെച്ചാൽ ഗ്ലീമിംഗ് വെച്ചാൽ തിളങ്ങുന്ന, ഗ്ലീമിംഗ് എന്ന് എന്താണ് പറഞ്ഞത്, തിളങ്ങുന്നതിന് എന്താണെന്ന് വെച്ചാൽ അത് മെറ്റൽ ബോഡി ആയതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്ലീമിംഗ്, തിളങ്ങുന്ന ആ റോബോട്ടിന് ഡൗട്ടായി, ഇവനാണോ ഇനി അത് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡ് വർക്ക്. എനിക്ക് തോന്നിയത് ഇവൻ്റെ പണിയാണെന്ന് അവൻ വിചാരിച്ചു. He hatched a plan to spy on the robot and began following it around the house. റിക്കി ഒരു പദ്ധതി തയ്യാറാക്കി, റോബോട്ടിനെ പിന്നാലെ നടക്കാം, റോബോട്ടിനെ നിരീക്ഷിക്കാം. അങ്ങനെ വീടിന് ചുറ്റും റോബോട്ടിനെ സ്പൈ വർക്ക് ചെയ്ത് വീടിന് ചുറ്റും നടന്നു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ അവസാനം പിടിച്ചു, കൈയോടെ പൊക്കി. എങ്ങനെയാണ്, അവൻ്റെ ഒരു ക്ലോത്ത് എടുക്കുന്നത് കണ്ടു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി എന്നിട്ട് അവനെ ഫോളോ ചെയ്തു, ആ ക്ലോത്ത് എടുക്കുന്നതും കണ്ട്. എന്നിട്ട് അവൻ്റെ റോബോട്ടിൻ്റെ ബാക്കിൽ നിന്ന് പോയി ഒരു ശബ്ദം ഉണ്ടാക്കാതെ. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. അവനെ അതിശയിപ്പിച്ചുകൊണ്ട് അവൻ സ്റ്റോർ റൂമിൽ ഒരു കൂട്ടം തുണികൾ, പൈൽ ഓഫ് ഡ്രസ്സസ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഈ ഒരു ടീഷർട്ടും കൂടെ അടുക്കി വെച്ചു. ഓഫ് ഹി വെൻ റണ്ണിങ് ടു ഹിസ് പാരൻസ്. അവൻ ഓടിപ്പോയി, അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് പൊട്ടയാണ്. ഹി ഹാസ് ഫിൽസ്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റി. ഐ തിങ്ക് ദേ പ്രോഗ്രാം ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അവനെ പ്രോഗ്രാം ചെയ്ത രീതി ശരിയല്ല എന്ന്. ലെറ്റ് ഹസ് സെൻഡ് ഹിം ഓഫ്. അവനെ പുറത്താക്കണം നമുക്ക്. ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഒരിക്കലുമില്ല. അച്ഛൻ തലയാട്ടി. ഇല്ല. ഹീ വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സിൽ അവൻ ഒരു എക്സ്പേർട്ടാണ്.
ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ആരാ? അച്ഛന് ആ ബട്ട്ലർ റോബോട്ടിനെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അച്ഛൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കി ഒരേ വാശിയിലായിരുന്നു. ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് അവനെ ഇവിടുന്ന് കളയണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ റിക്കിയുടെയും റിക്കിയുടെ ഫാദറിൻ്റെ ഇടയിൽ ചൂട് പിടിച്ച ഒരു തർക്കം നടക്കുകയായിരുന്നു. ഫാദർ: എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ അച്ഛൻ പറയണം, റോബോട്ട് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഡിവൈസാണ്, ഒരു തിങ്ങാണ്, ഒരു പ്രോസസ്സാണ്, ഒരു സാധനമാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. എന്തൊക്കെയാണ് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് കാണ്. ഈ മെഷീനിന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ റിക്കി പറയണം, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ റിക്കി എനിക്കൊന്നും തോന്നുന്നില്ല, അവൻ ഉപകാരം ചെയ്യുന്നതിനെക്കാട്ടി ഉപദ്രവമാണ് ചെയ്യുന്നത്. ഫാദർ: യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ ഫാദർ പറഞ്ഞു, നീ തെറ്റാണ് പറയുന്നത്, നിനക്കറിഞ്ഞൂടെ ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. റിക്കി: ഐ കാൺട്ട് എഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ റിക്കി പറയണം, എനിക്കിതൊരിക്കലും സമ്മതിക്കാൻ പറ്റൂല. റോബോട്ടിനെ ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ തലവേദനയാവും, ഭയങ്കര ശല്യം തന്നെയാവും. റിക്കി kept on complaining to his parents about the robot hiding things. റിക്കി ഇങ്ങനെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു അവരെങ്ങനെയാണ് അവൻ സാധനങ്ങൾ എടുക്കുന്നു, അവൻ അതിനെ ഒളിപ്പിച്ച് വെക്കുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ദാറ്റ് ഓവർ വേ വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അപ്പോൾ റോബോട്ട് എന്തൊക്കെ ചെയ്തിരുന്നാലും അവൻ അതിനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. One day the robot was wearing past heard the boys complaint. ഒരു ദിവസം റോബോട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ആ ബോയിൻ്റെ റിക്കിയുടെ കംപ്ലയിൻസ് കേട്ടു. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അപ്പോൾ റോബോട്ട് എന്ത് ചെയ്തു? റിക്കിയുടെ ഒരു പെയർ ഷൂസും കുറച്ച് ക്ലോത്ത്സും കൊണ്ട് റിക്കിയുടെ കൈ കൊണ്ട് കൊടുത്തു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പം റോബോട്ട് കൊണ്ട് റിക്കിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സർ, ഇത് നിങ്ങളുടെ ഇത്ര വിഷമം ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾ ഇത്ര അലട്ടുന്നുണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. അതതിൻ്റെ മെറ്റാലിക് വോയിസ്, റോബോട്ടിൻ്റെ സംസാരമൊക്കെ കേട്ടില്ലേ ടി വിയിൽ, ആ രീതിയിൽ സംസാരിച്ചു. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ്സ് ഫോർ വീക്സ്. നീയല്ലാതെ പിന്നെ ആര്? ഇത്ര ആഴ്ചകളായിട്ട് നീ എൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് lying scattered on the floor. I thought that you did not need them. I had seen your things lying scattered on the floor. നിങ്ങളുടെ സാധനങ്ങളൊക്കെ തറയിൽ കിടക്കുന്ന കണ്ടു. ഇനി ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. I am programmed to collect all that is not wanted. ആവശ്യമില്ലാത്തതിനെല്ലാം കളക്ട് ചെയ്ത് വെക്കണം. അത് അങ്ങനെയാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, എന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. At night, I send them to places where other humans can use them. രാത്രിയാകുമ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാനത് എത്തിച്ചു കൊടുക്കും. I am a maximum efficiency machine. ഞാൻ വളരെ മാക്സിമം കാര്യപ്രാപ്തിയുള്ള ഒരു മെഷീനാണ്. where you unaware of it. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷേ ഞാൻ വളരെയധികം കാര്യപ്രാപ്തിയുള്ളൊരു മെഷീനാണ്. The robot said with a certain pride. അത് അഭിമാനത്തോടെ തന്നെ പറഞ്ഞു. Ricky was ashamed. റിക്കി നാണമായി. He had spent all his life treating things as though they were useless. അവന് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. റിക്കിക്ക് എല്ലാ സാധനവും ഉണ്ടായിരുന്നു, ആവശ്യത്തിലധികമായിരുന്നു. അതായത് അത് ആദ്യമേ പറയുന്നുണ്ടല്ലോ, ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. അപ്പം അവൻ ഈ സാധനങ്ങളെ ഒന്നും ട്രീറ്റ് ചെയ്തത് നല്ല രീതിയിലായിരുന്നില്ല. വെറും യൂസ്ലെസ് പോലെയായിരുന്നു അവൻ ട്രീറ്റ് ചെയ്തിരുന്നത്. അവൻ അതിനൊന്നും വാല്യൂ ഇല്ലായിരുന്നു. ഹീ കെയർഡ് ഫോർ നത്തിങ്. അവനൊരു വാല്യൂ ഇല്ലാതായിരുന്നു. അവൻ അതിനെ കെയർ ചെയ്തിട്ടേ ഇല്ല. യെറ്റ് there were many people in the world who would have been delighted to have Ricky's things.
എന്നിരുന്നാലും അവൻ എത്ര തന്നെ ഈ സാധനങ്ങളെ ഇത്രയും കെയർലെസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നാലും റിക്കിയുടെ പ്രോഡക്ട്സ്, റിക്കിയുടെ തിങ്സ് സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അതിന് കെയർ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അൺലൈക്ക് ഹിം, ദേ വുഡ് ഹാവ് ടേക്കൻ ഗുഡ് കെയർ ഓഫ് ദം ടു. അവനെപ്പോലെ അല്ല, മറ്റുള്ളവർ അവൻ്റെ സാധനത്തെ, അവൻ്റെ പ്രോഡക്ട്സിനെ എല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. അങ്ങനെ റിക്കിക്ക് മനസ്സിലായി ആ റോബോട്ട് പൊട്ടിയതോ പ്രോഗ്രാം ചെയ്തത് തെറ്റായിട്ടോ ഒന്നുമല്ല, പിന്നെയോ അതിനെ വളരെ വളരെ നല്ല രീതിയിലാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന്. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അതിനുശേഷം റിക്കിയും നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു പയ്യനായി മാറാൻ തന്നെ തീരുമാനിച്ചു. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ തിങ്സ്, അവൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അവൻ വളരെ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു. ഹീ കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹീ ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ്റെ അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ മേടിക്കാനും അവൻ ശ്രദ്ധിച്ചിരുന്നു. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസ് പോലെയാണ്. അതായത് ടു കോപ്പി സംവൺ. ഒരാളൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി. അതായത് റോബോട്ട് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അവൻ അതുപോലെ ആ റോബോട്ട് ചെയ്യുന്നത് പോലെ അവനും ചെയ്തു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അവൻ്റെ പോക്കറ്റ് മണിയിൽ, അവൻ്റെ പാരൻസ് കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ അവനും മറ്റുള്ളവർക്ക്, ആവശ്യമുള്ള ആൾക്കാർക്ക്, നീഡി പീപ്പിളിന്, ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് അവൻ്റെ പോക്കറ്റ് മണിയിൽ അവൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. Then about the author. Author's name is Pedro Pablo Sacristan. He was born in Madrid, Spain in 1973. സ്പെയിനിലെ മാഡ്രിഡിലാണ് ഈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ 1973 ജനിച്ചത്. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അദ്ദേഹം മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ആളാണ്. His passion for education and writing led him to create a collection of short stories for children on values. കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹത്തിന് റൈറ്റിംഗ് വളരെ ഇഷ്ടമായിരുന്നു. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെഡ്രോ ഫേബിൾ കളക്ഷൻ. അദ്ദേഹം ഓഡിയോ ബുക്കും ഇറക്കിയിട്ടുണ്ട്, പെഡ്രോ ഫേബിൾ കളക്ഷൻ. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് കൃതികൾ ഏതൊക്കെയാണ്? റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ടൈഗർ ആൻഡ് ദ ട്രീ, ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്.